ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷാനുസ് കിച്ചൻ ആൻഡ് വ്ളോഗ്. ഇന്ന് ഞാനൊരു കേക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. റെഡ് വെൽവെറ്റ് കേക്കാണ് ഇന്ന് ഞാൻ ഇവിടെ കാണിക്കുന്നത്. കഴിഞ്ഞ 4-ാം തീയതി മോളുടെ ബർത്ത്ഡേ ആയിരുന്നു. അതിന് വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളൊരു കേക്കാണ്. സിമ്പിളായിട്ട് നമുക്ക് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു മെത്തേഡാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. വീഡിയോ കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് 6 മുട്ട ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഫ്രിഡ്ജിൽ വെച്ച മുട്ടയാണെങ്കിൽ കുറച്ച് സമയം ഒന്ന് പുറത്തെടുത്ത് വെക്കുക. ഇനി നമ്മൾ മിക്സിയുടെ ജാറിലാണ് ഇതിൻ്റെ ബാറ്റർ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ജാറ് നല്ല ക്ലീൻ ആയിരിക്കണം, വെള്ളത്തിന് അംശമൊന്നും ഉണ്ടാവരുത്. ഇതിലേക്ക് നമ്മൾ മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഓവനോ ബീറ്ററോ ഒന്നും തന്നെ ഞാൻ യൂസ് ചെയ്തിട്ടില്ല. പിന്നെ നല്ലതുപോലെ മുട്ട ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ഏത് പാത്രത്തിലാണോ നമ്മൾ മൈദ അളന്നെടുക്കുന്നത് അതിന് വേണം നമ്മൾ എല്ലാ ഇൻഗ്രീഡിയൻസും എടുക്കാനായിട്ട്. അപ്പോൾ ഇതിന് 2 കപ്പ് മൈദയാണ് ഞാൻ എടുക്കുന്നത്, 2 ഗ്ലാസ്. ഇതുപോലത്തെ ഗ്ലാസ് അല്ലെങ്കിൽ സ്റ്റീൽ ഗ്ലാസ് ആയാലും മതി. ഈ ഗ്ലാസ്സിലേക്ക് 1/2 കപ്പ് അല്ലെങ്കിൽ 1/4 കപ്പ് പഞ്ചസാര ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 കേക്കാണ് ഞാൻ റെഡിയാക്കി എടുക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് 1/4 കപ്പ് പഞ്ചസാര എടുക്കുന്നത്. മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കുക. കുറച്ച് വാനില എസൻസും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നല്ലതുപോലെ ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നമുക്ക് നല്ലതുപോലെ ഇത് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഗ്ലാസ്സിൽ തന്നെ ഒരു 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ എടുക്കാം. അപ്പോൾ 2 കേക്കാണല്ലോ, അപ്പോൾ 1/4 കപ്പ് വീതമാണ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് 1/2 കപ്പ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള മാവ് ഒന്ന് അരിച്ചെടുക്കാം നമുക്ക്. അപ്പോൾ 2 ഗ്ലാസ് മൈദയാണ് ഈ ഗ്ലാസ്സിന് ഞാൻ എടുക്കുന്നത്. ആദ്യം ഒരു ഗ്ലാസ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുക. ഒരു പിഞ്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ബേക്കിംഗ് പൗഡർ ഞാൻ ഇതിലേക്ക് യൂസ് ചെയ്യുന്നില്ല. എന്നിട്ട് നല്ലതുപോലെ 2-3 പ്രാവശ്യം ഒന്ന് അരിച്ചെടുക്കണം. ആദ്യം ഒന്ന് ഒരു ഗ്ലാസ് മൈദയും ബേക്കിംഗ് സോഡയും ഉപ്പും ഇട്ടതിന് ശേഷം നല്ലതുപോലെ ഒന്ന് അരിച്ചെടുക്കുക. എന്നിട്ട് 2ാമത്തെ ഗ്ലാസും മൈദയും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് സീവ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും കൂടി ചേർത്ത് കൊടുത്തിട്ട് മാവ് നല്ലതുപോലെ ഒന്ന് അരിച്ചെടുക്കാം. 1.5 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നല്ലതുപോലെ അരിച്ചെടുത്തിട്ടുണ്ട്. മാവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ബാറ്ററിലേക്ക് കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ മാവ് കറക്റ്റ് കൺസിസ്റ്റൻസിയിലാക്കി എടുക്കാം. ഒരു വിസ്ക് വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ കട്ടകളൊക്കെ ഒന്ന് ഉടഞ്ഞ് നല്ല സ്മൂത്തായിട്ട് കിട്ടും നമ്മുടെ മാവ്. അപ്പോൾ ഈ സമയം നമുക്ക് ഏത് പാത്രത്തിലാണ് നമ്മൾ ബേക്കാക്കി എടുക്കുന്നത് ആ പാത്രത്തിലൊരു ബട്ടർ പേപ്പറോ എന്തെങ്കിലും ഒന്ന് ഓയിൽ ബ്രഷ് ചെയ്തതിന് ശേഷം ഒന്ന് ചെയ്ത് വെക്കുക. ഇനി നമുക്ക് ബട്ടർ മിൽക്ക് റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് 1/2 ഗ്ലാസ് പാലിലേക്ക് 1/2 ടീസ്പൂൺ വിനാഗിരി കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ചെറു ചൂടുള്ള പാലായിരിക്കണം. അപ്പോൾ അതിലേക്ക് വിനാഗിരി ചേർത്ത് കൊടുക്കുമ്പോൾ ഒന്ന് പിരിഞ്ഞ് കിട്ടും. അതാണ് നമ്മുടെ ബട്ടർ മിൽക്ക്. എന്നിട്ട് കുറേശ്ശെ ആയിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മുടെ മാവ് കറക്റ്റായിട്ട് നമുക്ക് ഫോൾഡ് ചെയ്തെടുക്കാം. ബാക്കിയുള്ളതും കൂടി ഇതുപോലെ വെച്ച് മാവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ റെഡ് വെൽവെറ്റ് കേക്കാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാജിക് റെഡിൻ്റെ റെഡ് കളറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. കളർ എടുക്കുമ്പോൾ നല്ല ക്വാളിറ്റിയുള്ള കളർ തന്നെ എടുക്കാൻ നോക്കുക. എന്നിട്ട് കളർ ഒഴിച്ചതിന് ശേഷം നമുക്ക് വീണ്ടും നല്ലതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. 2 കേക്കിനുള്ള ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കറിലാണ് ഞാൻ ഈ കേക്ക് ബേക്കാക്കി എടുക്കുന്നത്. ഒരു ചെറിയ കുക്കറിൽ 1/2 ലിറ്ററിൻ്റെ കുക്കറിലും 2 ലിറ്ററിൻ്റെ കുക്കറിലുമായിട്ടാണ് ഞാനിത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ബട്ടർ പേപ്പർ ഒന്നുമല്ല, ഇത് നമ്മുടെ കുട്ടികളുടെ സ്കൂളിലൊക്കെ യൂസ് ചെയ്യുന്ന A4 ഷീറ്റാണ്. അത് റൗണ്ട് ഷേപ്പിലൊന്ന് കട്ട് ചെയ്തതിന് ശേഷം ഒന്ന് ഓയിൽ ബ്രഷ് ചെയ്തിട്ട് ഇതിന് നടുക്കിലൊന്ന് വെച്ച് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് മാവ് പകുതിയായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഒരു ടൂപ്പിക്ക് കൊണ്ട് ഇതിൻ്റെ നടുക്കിലായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. എയർ ബബിൾസൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് ഒരു 30-35 മിനിറ്റോളം നമുക്കൊന്ന് ഇതൊന്ന് ബേക്കാക്കി എടുക്കാം. മാവ് 2ലേക്കും പകുതിയായിട്ട് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ വിസിൽ ഊരി വെക്കുക. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നമ്മൾ ഇതിൻ്റെ അടിയിൽ ഏതെങ്കിലും ഒരു പഴയ പാത്രം തട്ട് എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ട് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ചൂടാക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ 2 കുക്കറും 2 അടുപ്പിലായിട്ട് വെച്ച് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 30-35 മിനിറ്റോളം നമുക്കിതൊന്ന് ബേക്കാക്കി എടുക്കാം. 35 മിനിറ്റ് കഴിയുമ്പോഴേക്കും നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ടാവും. എന്നിട്ട് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം നമുക്ക് ക്രീമൊക്കെ അപ്ലൈ ചെയ്ത് കേക്ക് ഫിനിഷ് ആക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. 2 കേക്കും നന്നായിട്ട് നല്ല സ്പോഞ്ചി ആയിട്ട് പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. കണ്ടില്ലേ, നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടാറിയതിന് ശേഷം ഇത് നമുക്ക് ഐസിങ് ചെയ്തെടുക്കാം.
അപ്പോൾ 2 കേക്കും നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ക്രീം തേച്ചെടുക്കണം. ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിതൊന്ന് കട്ട് ചെയ്തെടുക്കട്ടെ. അപ്പോൾ 2 കേക്കും ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇനി നമ്മുടെ ടേൺ ടേബിളിൻ്റെ മുകളിലേക്ക് ഒരു കേക്ക് ബോർഡ് വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് കുറച്ച് ക്രീം അപ്ലൈ ചെയ്തതിന് ശേഷം കേക്ക് അതിലേക്ക് വെച്ച് കൊടുക്കുക, ഓരോ ലെയറായിട്ട്. എന്നിട്ട് നന്നായിട്ട് ഷുഗർ സിറപ്പ് വെറ്റ് ചെയ്ത് കൊടുക്കുക. 2 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട് ഞാൻ. എന്നിട്ട് 1/4 കപ്പ് വെള്ളത്തിൽ നന്നായിട്ട് തിളപ്പിച്ചെടുത്തതാണ്. ഒരു പിഞ്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലതുപോലെ വെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ക്രീം അപ്ലൈ ചെയ്യാം. ക്രീം ബീറ്റ് ചെയ്തപ്പോൾ നമ്മളിതിൽ മിൽക്ക് മെയ്ഡൊക്കെ ചേർത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കേക്ക് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റി ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്കിത് ബാക്കിയുള്ളത് ഇതുപോലെ ഫിനിഷാക്കി എടുത്തിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് 1 മണിക്കൂർ 1.5 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ബാക്കിയുള്ള കേക്കും ഇതുപോലെ ഷുഗർ സിറപ്പ് വെറ്റ് ചെയ്യാം, ക്രീമും അപ്ലൈ ചെയ്യാം, വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തും കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഐസിങ് ചെയ്തെടുത്തതിന് ശേഷം കുറച്ച് സമയം ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിന്നെ എടുത്തതാണിത്. അപ്പോൾ ചെറിയ കേക്ക് 2 ലെയർ മാത്രമാണ്. ബാക്കിയുള്ളത് ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ ക്രീമൊക്കെ ചെയ്തതിന് ശേഷം ഈ ബ്രഷ് വെച്ചിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് ഇതുപോലത്തെ ഒരു ഡിസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ വേണേലും നമുക്ക് ഡിസൈൻ ചെയ്യാം, നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. എന്നിട്ട് റോസിൻ്റെ നോസിൽ വെച്ചിട്ട് നമുക്കിതിൻ്റെ മുകളിലായിട്ട് ഫ്ലവർ വരച്ച് കൊടുക്കാം. അതിന് മുന്നേ ഞാൻ കുറച്ച് റെഡ് കളർ ചേർത്തിട്ട് ക്രീം ഇതിൻ്റെ മുകളിലായിട്ട് ഒന്നും കൂടി ഒന്ന് അപ്ലൈ ചെയ്യുന്നുണ്ട്. എന്നിട്ടാണ് പിന്നെ ഫ്ലവർ വരച്ച് കൊടുക്കുന്നത്. അപ്പോൾ കണ്ടു നോക്കാം. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കല്ലേ. നല്ല നല്ല വീഡിയോസിനായിട്ട് ഷാനൂസ് കിച്ചണിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനിയും കാണുന്നവരേക്കും ബൈ ഫ്രം ഷാനൂസ് കിച്ചൺ ആൻഡ് വ്ളോഗ്. താങ്ക് യു.